എത്തന എത്തന പൊട്ട് വച്ച ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് കിളിയുടെ സൗണ്ട് ഇട്ടതുകൊണ്ട് കോപ്പിറൈറ്റ് വരത്തില്ല. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പൊട്ട് വീഡിയോ ആണ്. അതെ, കയ്യിലിരിക്കുന്ന എല്ലാ പൊട്ടും നമ്മൾ ട്രൈ ചെയ്യാൻ പോവുകയാണ്. പല പൊട്ടുകളും ഞാൻ ഇതിനു വേണ്ടി വാങ്ങിച്ചിട്ടുമുണ്ട്. അപ്പോൾ കുറേ പൊട്ട് തൊടാം എടുക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. ഇതുപോലെ പൊട്ട് പ്രാണ്ടുള്ള ആൾക്കാർ വന്നിട്ട് കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പോരാത്തതിന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യത്തെ പൊട്ട് ഈ ബ്ലാക്ക് ബിന്ദിയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളുടെ വിൻറ്റേജ് മൂവീസിലൊക്കെ ആക്ട്രസസ് യൂസ് ചെയ്യുന്ന ബിന്ദി ആണെന്നാണ് എൻ്റെ ഒരു ഇത്. എന്നാലും നമ്മുടെ പഴയ നടിമാരൊക്കെ ഇതൊക്കെ തൊട്ട് കണ്ടിട്ടുണ്ട്. അവർ തൊടുമ്പോൾ ഇത് ഭംഗിയായിരുന്നു. ഞാൻ തൊടുമ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യ് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു, ഇത് കുറച്ച് ഇഷ്ടപ്പെട്ടു. അടുത്ത പൊട്ട് ഈ ക്രിസ്റ്റൽ മാതിരി ഇരിക്കുന്ന ഒരു പൊട്ടാണ്. കാണാനൊക്കെ ഭംഗിയുണ്ട്, പക്ഷെ തൊട്ട് കഴിയുമ്പോൾ ഇതിൽ ക്രിസ്റ്റലും ഇതൊന്നും കാണാനുമില്ല. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. 10-30 രൂപയായിരുന്നു ഈ പൊട്ടിന്. പണ്ടാണെങ്കിൽ 5 രൂപയ്ക്ക് കിട്ടിയതാണ്. അടുത്ത പൊട്ടിലേക്ക് ഉടനെ തന്നെ ഞാൻ മാറുകയും ചെയ്തു. ഇതാണ് അടുത്ത പൊട്ട്. ഇത് ഇച്ചിരി നീളമൊക്കെയുള്ള പൊട്ടാണ്. അപ്പടി പൊടി പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നും ആരും ഇങ്ങനത്തെ പൊട്ട് തൊടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മാത്രമായിരിക്കും ഇങ്ങനത്തെ പൊട്ടൊക്കെ തൊടുന്നത്. പുറത്തു പോകുമ്പോൾ ഞാൻ തൊടാറില്ല കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ്. പുറത്തു പോകുമ്പോൾ ഞാൻ തൊടുന്ന പൊട്ട് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. കുഴപ്പമില്ലല്ലേ? ഇല്ലല്ലേ? ചിരിച്ചൊക്കെ നോക്കിയൊന്ന് കാണാൻ വേണ്ടിയിട്ടാട്ടോ കൂടുതൽ അടുത്തോട്ട് ഇതേ മോന്ത വെച്ചോണ്ടിരിക്കുന്നത്. എന്തോ എല്ലാം എനിക്ക് അങ്ങോട്ട് വല്ലാണ്ട് ചേരുന്ന പോലെ എനിക്ക് തോന്നി. കുഴപ്പമില്ല, അതാണ് ആ ആക്ഷൻ്റെ അർത്ഥം. ഇനി ഈ പൊട്ടൂരി മാറ്റിയിട്ട് നെക്സ്റ്റ് പോട്ട് നമുക്ക് എടുക്കാം. ഏതാണ് നെക്സ്റ്റ് പോട്ട്? കളർഫുൾ ആയിട്ടുള്ള ഈ പൊട്ടാണ് നെക്സ്റ്റ് പോട്ട്. ഇത് നമുക്ക് ഡെയിലിയൊക്കെ തൊടാൻ പറ്റും. ഇത് കുഴപ്പമൊന്നുമില്ല, വലിയ ആഡംബരമൊന്നുമില്ല. എടുക്കാൻ ഇച്ചിരി പാടായിരുന്നേ. സ്റ്റാപ്ലറൊക്കെ ഇട്ട് വെക്കുന്ന എന്തിനാണാവോ ഈ പൊട്ട്? ഇത് ആരെടുത്തോണ്ട് പോകാനാണ്? കൊള്ളാം അല്ലേ? പിങ്ക് കളർ, പിങ്കി കൊള്ളാം. എനിക്കിഷ്ടപ്പെട്ടു ഇത് ഞാൻ ഉപയോഗിക്കുന്നതായിരിക്കും. കൊള്ളാം, അടിപൊളി. ഇനി ഇതിൻ്റെ ഷോ. നെക്സ്റ്റ് ചെസ് നമ്പർ പ്ലീസ്. ഇതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പൊട്ട്. എന്താണെന്നറിയില്ല, എനിക്ക് ഈ പൊട്ട് ഭയങ്കര ഇഷ്ടം. നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ അത്രയും വലുപ്പമുണ്ട്. അതെടുത്ത് നെറ്റി തൊട്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും ഈ പൊട്ട് തൊട്ടാൽ എന്നാണ് കവി അവിടെ ഉദ്ദേശിച്ചത്. കണ്ടല്ലോ, അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരൊറ്റ കാര്യം, ഉള്ളതിൽ നിന്ന് ഒരു 10 വയസ്സ് കൂടുതൽ തോന്നിക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാലും എനിക്കിതിഷ്ടം. സാരി ഉടുത്ത് ഈ പൊട്ട് തൊട്ടാൽ നല്ല പ്രായം തോന്നും. സത്യമായിട്ട് പറയുക, കാര്യമൊക്കെ ഭംഗിയൊക്കെ ആയിരിക്കും, പക്ഷെ നല്ല പ്രായം തോന്നും. ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത്. വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് കാണുമ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും തോന്നുന്നില്ല. എന്നാലും ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. അടുത്ത പൊട്ട് ഏതാണെന്ന് നോക്കട്ടെ. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പൊട്ടാണ്. ഈ നീളം പൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കളറും അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഡ്രസ്സിനൊക്കെ ഇട്ട് പോകുന്ന ഒരു ലുക്കിന് ചേരത്തില്ല. ഇപ്പോൾ ഒന്നും ആരും ഇങ്ങനത്തെ പൊട്ട് തൊടാറില്ല. പിന്നെ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി തൊടാം എന്ന് മാത്രം. പച്ച എടുക്കാൻ പോകുന്ന പറഞ്ഞത്. പച്ചയാണിത്. പച്ച എങ്ങനെയുണ്ട്? കാണാനില്ല അല്ലേ? എന്താ ചെയ്യുക? പച്ച കഴിഞ്ഞിട്ട് നീലയും കൂടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതും കൂടി കാണാം കേട്ടോ. നീല അടിപൊളിയായിരുന്നേ. പച്ചനെ കഴിഞ്ഞ് നീല അടിപൊളിയായിട്ട് എനിക്കും ഫീൽ ചെയ്തത്. അപ്പോൾ നീല ഇപ്പം കാണാം. ഇതിപ്പോൾ വരും. ഒരു മിനിറ്റ്. ഇതൊന്ന് എടുത്ത് അവിടെ വെക്കണമല്ലോ. ഇത് പിന്നെ ആവശ്യമുണ്ടല്ലോ. അതാണ് നീല കണ്ടില്ലേ? നീല അടിപൊളിയല്ലേ? നീല ഇട്ടപ്പോൾ തന്നെ ഫേസ് ഒരു ബ്രൈറ്റ് ആയ പോലെ എനിക്ക് തോന്നി. നീല അടിപൊളിയാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ വീഡിയോ എടുക്കാൻ വെച്ചിരുന്ന സമയത്തുണ്ടല്ലോ, എൻ്റെ മൈക്ക് അടിച്ചു പോയി. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് കഷ്ടപ്പെട്ട് പിന്നെ സംസാരിച്ച് അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിരുന്ന അടുത്ത പൊട്ട്. ഇത് ഞാൻ ഏകദേശവും തൊട്ട് തീർത്തു. കാരണം ഇതൊരു ട്രെൻഡിങ്ങിൽ വന്ന ഐറ്റമാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ബിന്ദിയാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓക്കെ, ഇത് പല രീതിയിൽ തൊടാം. ആദ്യം ഇങ്ങനെ തൊടാം, അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തൊടാം, പിന്നെ അത് നേരെയും വെക്കാം. ഇത് തൊട്ടുകൊണ്ട് പോയ സമയത്ത് എനിക്ക് കുറേ കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. എവിടെ നിന്നാണെങ്കിലും ബസ്സിൽ നിന്ന് വരെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല രസമുണ്ട്, പൊട്ട് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. അപ്പോൾ ഈ പൊട്ട് അടിപൊളിയാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇത് നമ്മുടെ 2K കിഡ്സിനും 90s കിഡ്സിനും ഒക്കെ പറ്റിയ അടിപൊളി പൊട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ദേവസേനയൊക്കെ കളിക്കാൻ പറ്റിയ പൊട്ടാണ്. ചെരിഞ്ഞു പോയിട്ടുണ്ടേ. എടുത്ത് മാറ്റി വെച്ചു. ഓക്കെ, ഇപ്പം സെറ്റായിട്ടുണ്ട്. എന്തായാലും അത് അടിപൊളിയാണ് ഈ പൊട്ട്. കാരണം അത് അത്ര ഞാൻ തൊട്ട് തീർത്തപ്പോൾ തന്നെ അറിയാമല്ലോ ഇത് അടിപൊളിയാണെന്നുള്ളത്.
നമ്മളെവിടെയും ഒരു എന്താണ് യുണീക്ക് ആയിട്ട് നിൽക്കാൻ പറ്റും. അടുത്തത് സാധാരണ ഒരു സ്റ്റോൺ, വെരി ഓൾഡ് എന്നാണ് പറഞ്ഞത്. പൊടിയൊക്കെ പിടിച്ച് പുകയൊക്കെ പിടിച്ചിരിക്കുകയാണ്, സാധാ സ്റ്റോൺ വെച്ച മാതിരി. ഇതും എനിക്കിഷ്ടമാണിത്. ഇതിൻ്റെ തന്നെ ചെറിയ സ്റ്റോണും കൂടി ഉണ്ട്, അതും കാണിക്കുന്നുണ്ട്, ഒരു ഗോൾഡൻ. അതാണ് ഞാൻ മൂക്കുത്തിയായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്, ചെറിയ സ്റ്റോൺ. അല്ലാണ്ട് 2 മൂക്കും അടഞ്ഞു പോയതുകൊണ്ട് ഇനിയിപ്പോൾ മൂക്കുത്തിക്ക് ഗ്യാപ്പില്ല. ഈ പൊട്ട് ഇതെനിക്കിഷ്ടമില്ല, ഇതൊരു വൃത്തികെട്ട പൊട്ടാണ്. എന്താണെന്നറിയില്ല, ഒരു ഭംഗിയില്ല. കാണാൻ മാത്രം ഭംഗിയുണ്ട്, തൊട്ട് കഴിയുമ്പോൾ എനിക്ക് ചേരുന്നില്ല. അതാ പ്രശ്നം. വേറെയുള്ളവർക്ക് ചേരും, എനിക്ക് ചേരില്ല എന്നെനിക്ക് അങ്ങോട്ട് തോന്നി. ഇല്ലേ, നിങ്ങൾ പറ, ചേരായില്ലേ? ഉണ്ട് 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 ചേരായി ഉണ്ട്, എന്തായാലും ഉണ്ട്. പിന്നെ ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് തുടർന്നേ ഉള്ളൂ. വെരി ബാഡ്, എന്തൊക്കെയാണ് കാണിക്കണത് ഞാൻ. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ എനിക്കിതെങ്ങനെ ഉണ്ടെന്ന് റേറ്റ് ചെയ്യാൻ വേണ്ടി, ഔട്ട് ഓഫ് 10 റേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നേരെ അടുത്ത പൊട്ടുകൾ അവസാനിക്കാറായെന്ന് തോന്നുന്നു. അടുത്ത പൊട്ടത് ഈ കുഞ്ഞ് സ്റ്റോണാണ്, കുഞ്ഞിതാണ്. അതാണ് ഞാൻ മൂക്കിലും തൊട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ദേ അതാണത്. ഇതൊന്ന് തൊട്ട് നോക്കാം, എങ്ങനെ ഉണ്ടെന്നറിയാമല്ലോ. ഇതിങ്ങനെ ഇരിക്കുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. സാധാ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു പൊട്ടാണ്. പക്ഷേ തൊട്ടാ നെറ്റിയിൽ കാണാനില്ലാത്ത പോലെയാണ് കളറ്. അതിന് നമ്മുടെ സ്കിൻ ടോണിനെ മാതിരിയുള്ളൊരു കളറ്. ഇനി ഏതാണ് പൊട്ട്? ഈ പൊട്ട്, ഇത് നല്ല രസമുണ്ട് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. തൊട്ട് കഴിഞ്ഞിട്ടല്ല എൻ്റെ പെർഫോമൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എത്ര ഇഷ്ടമായി എന്ന്. എനിക്കിതിന് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുമാതിരി എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ അറിയാമല്ലോ അത് ഭയങ്കര ഇഷ്ടമായി എന്ന്. ഈ പൊട്ട് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ ആരെങ്കിലുമൊക്കെ ഇത്രയൊക്കെ കണ്ടുവരുമോ അതെനിക്കറിയില്ല. കണ്ടുവരികയാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടാൽ കൊള്ളാമായിരുന്നു. നല്ല രസമല്ലേ? ഇനി ഇതിട്ടിട്ട് എന്തായാലും ഞാൻ വീഡിയോ എടുക്കും, റീൽസോ എന്തെങ്കിലും ഒരു സാധനം എനിക്ക് ഈ പൊട്ടും വെച്ച് ചെയ്യണം. എനിക്ക് ഈ പൊട്ട് ഭയങ്കര ഇഷ്ടമായി, വല്ലാണ്ട് ഇഷ്ടമായി. എല്ലാ പൊട്ടും തൊടാൻ വേണ്ടിയിട്ട് ആ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ ഇരിക്കുന്നത് ഞാൻ. അല്ലെങ്കിൽ എല്ലാത്തിനും ചേരുന്ന പോലെ തോന്നില്ലല്ലോ. എന്തോ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല എന്താന്ന്. ഇതാണ് എൻ്റെ സ്ഥിരം പൊട്ട്, ഡെയിലി വെയർ ബിന്ദി. മൈ ഡെയിലി വെയർ ബിന്ദി എന്നെങ്ങാണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് എൻ്റെ സ്ഥിരം ഐറ്റം ഇതാണ്. ഈ കുഞ്ഞി പൊട്ട് ഇഷ്ടമുള്ള ആരൊക്കെയുണ്ട്? കുറേ പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ പൊട്ട് വീഡിയോ. എൻ്റെ ഈ പൊട്ട് വീഡിയോ ഇഷ്ടമായവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തോ ലവ് യു സോ മച്ച് എന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.